വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി തന്നു. ഒരു ദിവസം കൂടി തരിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ നമ്മൾ എത്ര തക്കത്തിൽ ഉപയോഗിക്കണം, എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊരു പരീക്ഷ എഴുതുകയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് 5 മിനിറ്റോടെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് എഴുതി തീർക്കാൻ ഇനിയും പലതും ഉണ്ടായിരുന്നു, അത് തീർക്കാൻ സമയം ലഭിച്ചല്ലോ എന്നുള്ള ആ വലിയ സന്തോഷം. ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നതൊക്കെ എന്തിനെക്കുറിച്ചാണ്? ഒരു യഥാർത്ഥമായ ആത്മീയ മനുഷ്യൻ. നമ്മളൊരു ആത്മീയ മനുഷ്യനായിരിക്കണം. ആത്മീയ മനുഷ്യനെ കുറിച്ചുള്ള വിവിധ ക്ലാസുകളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ അവനൊരു ആത്മീയനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ഒരു ആത്മീയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയെക്കുറിച്ചാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മളോട് ആദ്യമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന് 15 മുതൽ 17 വരെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഇവിടെ പൗലോസ്ലീഹ എഫേസ്യ സഭയോട് പറയുന്ന കാര്യങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ഓരോ വചനങ്ങളും ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, എഫേസ്യ ലേഖനം എന്നുള്ളത് ലേഖനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ പറയുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലോക ജീവിത യാത്രയിൽ എങ്ങനെയായിരിക്കണം? നമ്മൾ ഉയരത്തിലെ ജ്ഞാനത്തെ നമ്മൾ പ്രാപിച്ചിട്ട് പ്രായോഗിക ജീവിതത്തിൽ ആ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം ദൈവമക്കൾ. അപ്പം ഉയരത്തിലെ ജ്ഞാനം എവിടുന്ന് കിട്ടും? അത് ദൈവവുമായിട്ടുള്ള സംസർഗത്തിലായിരിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ദൈവീക സംസർഗത്തിലൂടെ, ദൈവീകമായിരിക്കുന്ന ഇടപെടലിലൂടെ നമ്മൾ ആ അറിവ് അല്ല, നമുക്കറിയാം 1 കൊരിന്ത്യർ 8:1 വായിക്കുന്നത് അറിവ് ചീർപ്പിക്കുന്നു എന്നാണ്. സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ അറിവും ഈ ലോകത്തിന്റെ ജ്ഞാനവും അല്ല നമ്മുടെ വിഷയം. ഞാൻ ഇന്നലെ അത് ഹിന്ദി സന്ദേശത്തിൽ പ്രത്യേകം പറയുകയുണ്ടായി. 1 തിമോത്തി 6:20-21 വാക്യങ്ങളിൽ ഈ ലോകത്തിന്റെ ജ്ഞാനം സ്വീകരിച്ചിട്ട് അനേകര് വിശ്വാസം വിട്ടകന്നു പോയതിനെ കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഉയരത്തിലെ ജ്ഞാനമാണ്. ഈ ഉയരത്തിലെ ജ്ഞാനം നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുവാനുള്ള ഏക മാർഗം എന്നുള്ളത് ദൈവവചനമാണ്. കാരണം ഈ തിരുവെഴുത്ത് അത് ദൈവത്തിന്റെ പുസ്തകമാണ്. അത് നിത്യതയെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന, ആത്മാവാകുന്ന ദൈവത്തെയും ത്രിയേക ദൈവത്തെയും ആ ദൈവിക നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെയൊക്കെ വെളിപ്പെടുത്തി തരുന്ന ആ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലൂടെ വേണം നമ്മൾ യഥാർത്ഥമായിട്ടും അറിവുള്ളവരായി തീരുവാൻ, അല്ലെങ്കിൽ ജ്ഞാനികളായി തീരുവാൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് കേട്ടനുസരിക്കണം. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ പറയുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം, നടപ്പ് എന്നുള്ളത് ജീവിതത്തെ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? നമ്മൾ അജ്ഞാനികളായിട്ട്, അല്ലെങ്കിൽ അജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലോക മനുഷ്യനെ കുറിച്ചാണ്. നമ്മൾ ഈ ലോകക്കാരെ പോലെയൊക്കെ ആയി ജീവിക്കാതെ നമ്മൾ ജ്ഞാനികളായിട്ട്, നമുക്ക് ആ സ്വർഗീയമായ ജ്ഞാനം പ്രാപിച്ചവരായിട്ട് നമ്മൾ ജീവിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടവരല്ല. അപ്പോൾ അവിടെ പറയുകയാണ്, നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. സൂക്ഷ്മത എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം.
ഈ സൂക്ഷ്മത ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്രയോ സ്ഥാനങ്ങളിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. അവർക്ക് അനേകം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു. കാരണം അവരുടെ സൂക്ഷ്മത കുറവാണ്. നമ്മളെല്ലാത്തിലും സൂക്ഷ്മതയുള്ളവരായിരിക്കണം വളരെയധികം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അനേക വ്യക്തിബന്ധങ്ങൾ പോലും തകരാൻ കാരണം നമ്മുടെ സൂക്ഷ്മതയില്ലായ്മയാണ്, അല്ലെങ്കിൽ പരിജ്ഞാനമില്ലായ്മയാണ്, നമ്മുടെ അറിവുകേടുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ടുള്ള യഥാർത്ഥമായ നല്ല സ്നേഹബന്ധത്തിൽ പോകണമെങ്കിൽ നമ്മൾ ജ്ഞാനികളായിട്ട് നടക്കണം. നമ്മുടെ നടപ്പിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരുവഴുത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം, ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കണം, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. അപ്പം അങ്ങനെ നമ്മുടെ നടപ്പിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ തിരുവഴുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം, നമ്മൾ നടക്കുമ്പോഴുള്ള ആ വരുന്ന വീഴ്ചയിൽ അല്ലേ, ചിലപ്പോൾ നമ്മുടെ ഒരല്പ സൂക്ഷ്മതക്കുറവ്. എൻ്റെ മൂത്ത സഹോദരി അമ്മണി എന്ന ആ പേര്, അവർ നടന്ന് കാലിച്ചിരി തെറ്റിപ്പോയി. നടപ്പിലുണ്ടായ സൂക്ഷ്മതക്കുറവാണ്. അതുകൊണ്ട് 8-9 മാസം നടക്കാൻ കഴിയാതെ ഇരിപ്പായിപ്പോയി. അപ്പോൾ നമ്മൾ ആ സൂക്ഷ്മത എന്നുള്ളതിൻ്റെ ഗൗരവം നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ, അതേപോലെ തന്നെ എൻ്റെ ഭാര്യ മേഴ്സിയുടെ സഹോദരി സൂസൻ മാമ, ലീല മാമ ഡോക്ടറാ. പക്ഷെ നടന്നപ്പോൾ ഒരിച്ചിരി സൂക്ഷ്മത കുറവ്. വർഷങ്ങൾ അവർക്ക് അതിൽ നടക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ നോക്കണം, കാല് ഉടുക്കി, കാല് തെറ്റി, അസ്ഥി ഒടിഞ്ഞു, വലിയ ഭാരങ്ങൾ, പ്രയാസങ്ങളുണ്ടായി. എന്താണ്? സൂക്ഷ്മത കുറവാണ്. നമ്മുടെ നടപ്പിൽ നമ്മൾ സൂക്ഷിക്കണം. നടക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഏത് ഭാഗത്തിലൂടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മുടെ സൂക്ഷ്മത കുറവുകൊണ്ട് തന്നെ എന്തുമാത്രം വീഴ്ചകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഞാനത് സൂക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് അബദ്ധം പറ്റുകയില്ലായിരുന്നു. നമുക്ക് പലപ്പോഴും നമ്മൾ പലരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പോലും നമ്മൾ അവരെ സൂക്ഷിക്കാറില്ല. സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ഏത് കാര്യത്തിലും നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും നമുക്ക് സൂക്ഷ്മതയുണ്ടായിരിക്കണം. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സൂക്ഷ്മത വേണം. നമ്മുടെ എത്രമാത്രം നമ്മുടെ ഏകാഗ്ര ഹൃദയത്തോടു കൂടി നമ്മൾ വചനം വായിക്കണം, വചനം കേൾക്കണം. എവിടെയും ഈ സൂക്ഷ്മത എന്നുള്ളത് നമുക്കറിയാം, അതൊക്കെ ഈ സയന്റിസ്റ്റിനോട് ചേർന്നുള്ള ഒരു പ്രയോഗമാണ്. സയന്റിസ്റ്റ് ഓരോ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും. ഈ സ്വർണ്ണ ഇതൊക്കെ നടത്തുന്നവർ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും. അവരതിനെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതേ പ്രയോഗമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മുടെ വാക്കുകളിലും നമ്മുടെ നടപ്പിലും നമ്മുടെ ഇടപാടുകളിലെല്ലാം. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ഒരു ജ്ഞാനിയുടെ ലക്ഷണമാണ് ഒന്ന്, അവർ സൂക്ഷ്മതയുള്ളവരായിരിക്കും. ജീവിതത്തിൽ വീഴ്ചകൾ വരാതെ, താഴ്ചകൾ വരാതെ അവരെ തന്നെ സൂക്ഷിക്കും. ദൈവനാമത്തിന് ദൂഷണം വരാതെ അവരെ തന്നെ സൂക്ഷിക്കും. അപ്പം ഇവിടെ നമ്മളോട് പറയുന്നത് നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമുക്കറിയാം, നമ്മൾ യഥാർത്ഥമായിട്ടും നമ്മൾ എടുക്കേണ്ട തീരുമാനത്തിൽ നമുക്കൊരു ചെറിയ സൂക്ഷ്മതക്കുറവുണ്ടായാൽ ഭയങ്കര വീഴ്ചയായി. ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. സൂക്ഷ്മ നിരീക്ഷണം, അത് ഒരു ജ്ഞാനിയുടെ ലക്ഷണമാണ്. ഇത് കാരണം നമ്മൾ പരദേശി യാത്രയിലാണ്, നമുക്കത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഇവിടെ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവില്ല. അപ്പോൾ നമ്മുടെ സമയത്തിന്റെ ഉപയോഗം അത് വളരെ നമ്മൾ കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവമക്കൾ പലരും അവരുടെ സമയങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്?
ഏത് നിലയിലാണ് സമയം നമ്മൾ ചെലവിടുന്നത്? അവിടെ വായിക്കുന്നത് ഇത് ദുഷ്കാലമാകയാൽ, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു വലിയ ശക്തമായ മുന്നറിയിപ്പുണ്ട്. ഇത് ദുഷ്കാലമാണെന്ന്. നമുക്കറിയാം, ഇന്നത്തെ പോലെ മനുഷ്യർ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഈ ലോകത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ, നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന സമയം, നമുക്കറിയാം ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും മിക്കവാറും ജനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അല്ലെ, അറിവിൽ വ്യത്യാസമുണ്ട്, അവരുടെ നിറത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ ധനത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ ബന്ധങ്ങളിൽ വ്യത്യാസമുണ്ട്, അവരുടെ ജോലികളിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരുപോലുള്ളൊരു കാര്യമാണ് സമയം. അത് അമേരിക്കക്കാരനായാലും ഇന്ത്യക്കാരനായാലും ആഫ്രിക്കക്കാരനായാലും എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ് കിട്ടുന്നത്. ആ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ആവശ്യം. അപ്പോൾ ഒരു ജ്ഞാനി ഈ സമയത്തെ വളരെ കൃത്യതയോടുകൂടി ഉപയോഗിക്കും. നമുക്കറിയാം, മടിയന്മാരാണെങ്കിൽ അവർക്ക് കിടക്ക വളരെ പ്രിയമാണ്. അവര് കിടക്കയെ സ്നേഹിക്കും. അവരിങ്ങനെ കിടന്ന് സമയം കളയും. സമയക്കൊല്ലിയാണ്. അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം ഇന്നലെ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് ഇനി കിട്ടുകയില്ല. ഇന്നലത്തെ ദിവസം അത് കഴിഞ്ഞുപോയി. ഇന്നലത്തെ മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. ഇന്നലത്തെ സെക്കൻഡുകൾ കഴിഞ്ഞുപോയി. അതൊരിക്കലും ഇനി നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലവിടേണ്ടത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം നമ്മൾ എങ്ങനെ ചെയ്യണം? തക്കത്തിൽ ഉപയോഗിപ്പി. അവിടെ പൗലോസ് പറയുകയാണ്, ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. അപ്പോൾ സമയത്തിന്റെ ഉപയോഗം നമ്മൾ എങ്ങനെയാണ്? അല്ലെ, ചിലര് കർത്താവിനായിട്ട് 10 വർഷമായി, പക്ഷെ ഒരു പ്രാവശ്യം പോലും ബൈബിള് വായിക്കാനായിട്ട് അവർ കഴിഞ്ഞില്ല. നോക്കണം, അവർ സമയം എന്ത് ചെയ്തു? അവർക്ക് സമയം ലഭിക്കാനാണോ? സമയം ധാരാളം ലഭിച്ചു. പക്ഷെ ആ ലഭിച്ച സമയങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കാനോ ദൈവവചനം വായിക്കാനോ പഠിക്കാനോ ഒന്നും ഉപയോഗിച്ചില്ല. നോക്കണേ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് ലഭിക്കുന്ന ഇപ്പം എത്രയോ പേര് തങ്ങളുടെ അവസരം ഈ സമയം, അതിന്റെ അവസരം, അത് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. എത്രയോ പേർക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ ദൈവം അവസരം ഒരുക്കാറുണ്ട്, പക്ഷെ അവർ പറയത്തില്ല. അപ്പൊ അവര് സമയത്തെ ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല. സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് നമുക്കറിയാം, മൊബൈലും ടിവിയും വീഡിയോ ഗെയിമും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആൾക്കാർ എന്തുമാത്രം സമയങ്ങളാണ് ചെലവഴിക്കുന്നത്. മണിക്കൂറുകൾ ടിവിയുടെ മുമ്പിൽ ചെലവഴിക്കും, മണിക്കൂറുകൾ വീഡിയോ ഗെയിമിന് മുമ്പിൽ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കും, മണിക്കൂറുകൾ മൊബൈലുമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കും. നോക്കണേ, അവർ യഥാർത്ഥത്തിൽ ജ്ഞാനികളാണോ? അവർക്ക് യഥാർത്ഥത്തിൽ ഈ സമയത്തിന്റെ വില അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിന്റെയും അവസരത്തിന്റെയും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ക്രിസ്തുവായ ശേഷം നമ്മുടെ സമയം, അതിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ എത്രമാത്രം അതിനെ തക്കത്തിൽ ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, അത് ശരിയായ നിലയിൽ ഉപയോഗിക്കണം. നമുക്കിന്ന് ഈ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാത്തവൻ വെറും ഭോഷനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നിത്യതയ്ക്ക് വേണ്ടിയാണോ, അതോ നമ്മുടെ ക്ഷണീകമായ ഈ ലോകത്തിന്റെ ജഡീകമായ സുഖങ്ങൾക്ക് വേണ്ടി, ജഡീക സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണോ? നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം, ഈ അവസരം നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ വളരെയധികം ദുഃഖിക്കാനിടയായി തീരും. ഇന്ന് പ്രായമായ അനേകരും ദുഃഖിക്കുന്നത്, എൻ്റെ ചെറുപ്പകാലം ഞാനത് ശരിക്കും ആ സമയം ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കുക, നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ സമയം അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ?
എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും കൂടെ എനിക്ക് സമയം ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെ, അനേക കുടുംബങ്ങളിൽ അവരുടെ പരാതി പോലും പരസ്പരം അവർക്ക് കൂടിയിരിക്കാനോ ഒന്ന് സ്നേഹ സംവാദത്തിലായിരിക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ വീഴ്ചയാണ്. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രത പോലും നമ്മൾ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. ചിന്തിക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ സമയം നമുക്ക് ലഭിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മ ജീവിതം, നമുക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം അവസരം തരും, സമയം തരും. പക്ഷെ നമ്മൾ ആ സമയം അത് തെറ്റായ ദിശയിലേക്ക് മാറ്റിവിടും. അവിടെയെല്ലാം നമ്മൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല. വെറുതെ സമയം പാഴാക്കുക. പ്രാർത്ഥനാ ജീവിതത്തിൽ ഇന്ന് അനേകർക്ക് സമയമില്ല. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ചിന്തിക്കണം, ഈ ലോകം നമുക്ക് യോഗ്യമല്ല. അപ്പൊ ഈ ലോകപ്രകാരമുള്ളവരെ പോലെ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? നമുക്ക് സമയത്തിന് കൃത്യതയുണ്ടോ? അനേകരും സമയമുണ്ടെങ്കിലും സമയത്ത് കൂട്ടായ്മയ്ക്ക് വരത്തില്ല. എത്ര ദുഃഖകരമാണ്. അവിടെയെല്ലാം നമ്മൾ ദൈവത്തെ നിന്ദിക്കുക. വാസ്തവത്തിൽ ദൈവത്തോടുള്ള അനാദരവാണ്. നമുക്ക് സമയം നമ്മൾ തക്കത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ലഭിച്ച സമയങ്ങൾ, നമുക്ക് ലഭിച്ച അവസരങ്ങൾ, നമ്മളത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? നിത്യതയുടെ ദർശനത്തിൽ നമ്മുടെ സമയത്തെ നമുക്ക് ചെലവിടാൻ കഴിയുന്നുണ്ടോ? അത് നമ്മൾ അറിയണം. അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തന്നെ ചതിക്കുക. സമയത്ത് ചെയ്യണം. ചിലർക്ക് കുറെ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പഠിക്കണമായിരുന്നു അങ്ങനെ ഒരു തോന്നല്. പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ചില്ല, എന്നാൽ പിന്നീട് അവർക്ക് പഠിക്കണമെന്നൊരു മോഹം. അപ്പോൾ അവരുടെ ആ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? പിന്നീട് അവർക്കത് കഴിയുമോ? അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇത് ദുഷ്കാലമാകയാൽ. അപ്പൊ അതിന്റെ അർത്ഥം ഇന്ന് ഏത് നിലയിലും നമ്മളെ തെറ്റിച്ച് കളയാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണമാണ് ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജ്ഞാനികളായിട്ട്, നമ്മൾ വളരെ ദൈവകൃപ അനുഭവിക്കുന്നവരായി നമുക്ക് സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയണം. കാണേണ്ടവരെ പോയി സമയത്ത് കാണണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് സമയത്ത് ചെയ്യണം. അല്ലെ, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് റിസർവേഷൻ കൊണ്ട് ബുക്ക് ചെയ്തു, പക്ഷെ ഞാനങ്ങ് സമയത്തെത്തിയില്ല, വണ്ടി പോയി. ആടെ കുഴപ്പ, നമ്മൾ സമയത്തെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചില്ല. അങ്ങനെയുള്ള വീഴ്ചകൾ എത്രയോ പ്രാവശ്യം ഏതെല്ലാം നിലകളിൽ എത്രയോ പേരുടെ ജീവിതത്തിൽ അനുഭവമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ച ഈ ഒരു ദിവസത്തെ 24 മണിക്കൂറുകൾ, ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ ഈ 24 മണിക്കൂർ ലഭിച്ച എൻ്റെ സമയം ഞാൻ എങ്ങനെ ചിലവഴിക്കുന്നു? യഥാർത്ഥത്തിൽ എനിക്ക് ദൈവത്തിന് പ്രയോജനവും പ്രസാദമുള്ള നിലയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞോ? അത് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. വെറുതെ അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ് സമയം കൊല്ലികളായി തീരുന്നത്. സമയം പാഴാക്കുവാൻ ചിലർ പറയുന്നത് ഞങ്ങൾക്ക് സമയം പോകുന്നില്ലെന്ന്. അവരതിനു വേണ്ടിയിട്ട് ഏത് തെറ്റായ മാർഗവും അവലംബിക്കുന്നു. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര സമയം ലഭിച്ചാലും പോരാ. കാരണം ആ നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതിൽ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള അവരുടെ ആത്മഭാരം, ആ ഒരു തീഷ്ണത, ആ ഒരു എരിവ് അവർക്ക് എത്ര സമയം ലഭിച്ചാലും പോരാ. അങ്ങനെ ഒരു അനുഭവമാണോ നമുക്കുള്ളത്? അപ്പോൾ ഒന്ന്, നമ്മൾ ഈ ലോകത്തിൽ വളരെ സൂക്ഷ്മതയുള്ളവരായി നടക്കണം, നമ്മൾ ജീവിക്കണം. 2, നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 3-ാമത്തെ കാര്യം അവിടെ പൗലോസ് പറയുന്നത് അതിന്റെ 17-ാം വാക്യത്തിലാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിഹീനരാകാൻ പാടില്ല. നമുക്കറിയാം ആരാ ബുദ്ധിമാൻ എന്ന് കർത്താവ് പറഞ്ഞേ? മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം. പിന്നെ ഒരു പ്രഭാഷണത്തില്
ഗിരിപ്രഭാഷണത്തിൽ അതിന്റെ അവസാനം കർത്താവ് പറഞ്ഞത് ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും. ബുദ്ധിമാൻ ആരാണെന്നാ പറഞ്ഞേ? എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന അവനും ബുദ്ധിയുള്ള മനുഷ്യൻ. അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത മനുഷ്യനോട് തുല്യനാകുന്നു. പ്രതികൂലങ്ങളിൽ അവൻ തളർന്നില്ല, വീണില്ല. എന്നാൽ ബുദ്ധിഹീനനായ മനുഷ്യൻ ദൈവവചനം കേട്ടിട്ടും അതറിഞ്ഞിട്ടും അതിൻ പ്രകാരം ജീവിക്കാതെ മണലിന്മേൽ വീട് പണിത തന്റെ കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച ബുദ്ധിഹീനായ മനുഷ്യൻ പ്രതികൂലം വന്നപ്പോൾ അവൻ താളടിയായിപ്പോയി, നശിച്ചുപോയി. അപ്പോൾ നമ്മൾ ബുദ്ധിഹീനരാകാതെ നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗീയ ജ്ഞാനത്തിന് തക്കവണ്ണം ജീവിക്കുന്നവരായിരിക്കണം. അതാണ് ദൈവത്തോട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതം എങ്ങനെയുണ്ട്? നമുക്കറിയാം, ഒരു വ്യക്തിക്ക് അവൻ ബുദ്ധിമാനാണെന്ന് അവന് തന്നെ തോന്നി. അവന്റെ വായിലൊക്കെ നല്ല വിളഞ്ഞു. അവൻ ഇതെല്ലാം കൂട്ടിവെച്ചു. അപ്പോൾ അവന് ഭണ്ഡാരം കുറഞ്ഞു. അവന്റെ കൂട്ടിവെക്കാനുള്ള ഇത് കുറവായിട്ട് തോന്നി. ഉടനെ അതിന് പൊളിച്ചു പണിതു. എന്നിട്ട് അവനോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഞാൻ വളരെ വർഷങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ ശേഖരിച്ചിരിക്കുന്നു. ദൈവം അവനോട് പറയുന്നത് എന്താണ്? മൂടാ. അപ്പം നമ്മൾ ദൈവവിഷയമായി നമ്മൾ ജ്ഞാനികളായി തീരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു ജ്ഞാനമുണ്ടോ? നമ്മൾ ദൈവഹിതം അറിയാതെ സ്വന്തം ഹിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടം നിവർത്തിക്കുന്ന ജീവിതത്തിലാണെങ്കിൽ നമ്മൾ ദൈവദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ ജ്ഞാനികളല്ല, ഒരു ആത്മീയനല്ല. അപ്പോൾ ഇവിടെ വായിക്കുന്നത് അവന് തന്നെ തോന്നിയത് അവന് ബുദ്ധിമാനായിട്ടാണ്. നമ്മൾ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം നമ്മൾ നയിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടിയാണോ? നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാണോ? ഒരു യഥാർത്ഥ ആത്മീയൻ ഒരിക്കലും തന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, ദൈവേഷ്ടത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവനായിരിക്കും. അപ്പൊ ഇന്ന് അങ്ങനെയൊരു ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അതറിയണം, അത് ചെയ്യണം. അപ്പൊ ദൈവത്തിന്റെ ഹിതം എങ്ങനെയാണ് നമ്മൾ അറിയുന്നേ? ദൈവഹിതം അറിയാനുള്ള വഴി എന്തുവാ? ദൈവഹിതം അറിയാനായിട്ട് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ദൈവവചനം അറിയണം. ദൈവവചനത്തിൽ ദൈവം തന്റെ ഹൃദയം വെളിപ്പെടുത്തിയിരിക്കുക. നമ്മളെക്കുറിച്ചുള്ള എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതം ദൈവദൃഷ്ടിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ജ്ഞാനിയുടെ ലക്ഷണം, അല്ല ഒരു ആത്മീയന്റെ ലക്ഷണം. ദൈവഹിതത്തിനുള്ളിൽ നമ്മൾ ആയിരിക്കുക. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതിനെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല ജീവിക്കാൻ. ഇപ്പം ഞാൻ മോഷ്ടിക്കണോ എന്നുള്ളതിനു വേണ്ടി പ്രാർത്ഥിക്കണോ? കർത്താവേ, എനിക്ക് മോഷ്ടിക്കാനായിട്ടൊരു പ്രേരണയുണ്ട്, ഞാനത് ചെയ്തോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണോ? ഇല്ല. തിരുവചനം പറഞ്ഞിട്ടുണ്ട് മോഷ്ടിക്കരുത്. എനിക്കൊരു കള്ളം പറയണം. കർത്താവെ, ഇവിടെ എനിക്കൊരു കള്ളം പറയാനാണ് എനിക്ക് താല്പര്യം, അത് ചെയ്യണോ കർത്താവെ എന്ന് നമ്മൾ ചോദിക്കണോ? വേണ്ട. കാരണം കള്ളം പറയരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുക. പിന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണോ? ഒരു വിശ്വാസി ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവെ, ഞാനൊരു അവിശ്വാസിയായ ഒരു സഹോദരിയെ സ്നേഹിക്കുന്നു, ഞാൻ അതിന് വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കണോ? പ്രാർത്ഥിക്കണോ? വേണ്ട. കാരണം ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് വചനം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൃത്യതയോടുകൂടി ചിലപ്പോൾ നമുക്ക് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി. ഇപ്പോൾ നമുക്ക് രണ്ട് വിശ്വാസികളുടെ ആലോചന വരുന്നിരിക്കട്ടെ, ഒരു വിവാഹമുള്ള ബന്ധത്തിൽ. അവിടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവിടെ എനിക്ക് രണ്ട് ആലോചനകളാണ് വന്നിരിക്കുന്നത്, ഞാനിവിടെ ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എന്നെ അവിടുന്ന് അറിയിക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ആ കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനൊരു സഹായം കൃത്യതയോടുകൂടി നമുക്ക് നൽകും.
നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ അത്രമാത്രം കൃത്യതയോടെ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവദാസന്മാരോട് ചോദിക്കണം. നമ്മളെ ദൈവം നടത്തുവാൻ ആക്കി വെച്ചിരിക്കുന്ന ആ മൂപ്പന്മാരോട് ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യമുണ്ട്, ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരിലൂടെ നമുക്ക് ആലോചന ലഭിക്കും. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും കൃത്യതയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആ സത്യങ്ങളെ പ്രമാണിക്കുവാനായിട്ടുള്ള ഉത്സാഹം ഉണ്ടായിരിക്കണം. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ത്? നമുക്കറിയാം, 1 തെസ്സലോനിക്കർ 5:16-17 വാക്യത്തിൽ 3 കാര്യം എടുത്തു പറഞ്ഞിരിക്കുക. എന്താണ്? എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിരിക്കുക. 1 തെസ്സലോനിക്കർ 4:3 എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം, അത് ദൈവേഷ്ടമാണ്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ഇഷ്ടത്തെ നമ്മൾ അറിഞ്ഞ് അതിൽ നിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പം ഓരോ കാര്യങ്ങളിലും നമ്മൾ ദൈവേഷ്ടം നമ്മൾ തിരിച്ചറിയുവാൻ, അതിനുവേണ്ടി എന്ത് വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരായിരിക്കണം. ഒരു യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനിയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, നിത്യമായി നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുവാൻ എപ്പോഴും ഉത്സാഹമുള്ളവനായിരിക്കും. വളരെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ അത് കൊടുത്താൽ നിത്യതയ്ക്ക് വേണ്ടി നേടാൻ കഴിയുന്ന അനേക കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. അവനാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനി, അല്ലെങ്കിൽ ദൈവഭക്തൻ, ഒരു യഥാർത്ഥ ആത്മീയൻ. C.T. സ്റ്റൻഡ് ആണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി ചെയ്തത് മാത്രം എന്നേക്ക് നിലനിൽക്കും. അങ്ങനെ ഒരു പ്രയോഗമാണ്, ഞാൻ പൂർണ്ണമായും മറന്നുപോയി. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്തത് മാത്രം, നിത്യതയ്ക്ക് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. ഈ ലോകത്തിൻ്റെ താൽക്കാലികമായിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ. നമ്മൾക്ക് ഇന്നത്തെ ഈ ചെറിയൊരു ആയുസ്സിൽ നിത്യതയുടെ ആ ദർശനത്തിൽ നമ്മുടെ സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനം അത് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. ആ സ്വർഗീയ ജ്ഞാനം, അതിനെക്കുറിച്ച് വളരെ ആ ജ്ഞാനത്തിൻ്റെ സവിശേഷത ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് കൂടുതലായിട്ട് വിവരിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പ്രത്യേകിച്ചും 3 കാര്യം ഓർപ്പിച്ചത്, നമ്മൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. അപ്പോൾ അവിടെ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നുള്ളതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് പറയുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. ഇത് എങ്ങനെയുള്ള കാലമാണ്? ദുഷ്കാലം അല്ലെ? ഇന്നത്തെ പോലെ പാപത്തിലേക്ക് വഴുതി പോകുന്ന ഒരു കാലഘട്ടം ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. നോഹയുടെ കാലത്തെ പാപത്തെക്കാളും ഭയങ്കരമായ ഒരു നിലയിൽ ഇന്ന് ലോകം അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്ത് നമ്മുടെ കർത്താവ് വരാം. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ഈ നിലയിൽ അങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവവചനവുമായിട്ട് നമുക്ക് വളരെ നല്ല ബന്ധമുണ്ടായിരിക്കണം. തിരുവഴുത്തിൽ നമുക്ക് നല്ല പ്രാവീണ്യമുണ്ടായിരിക്കും. ഇന്നങ്ങനെ നമുക്കുണ്ടോ? ദൈവവചനം വായിക്കുവാനും അത് ധ്യാനിക്കുവാനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുവാനും നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ? യഥാർത്ഥ ഒരു ആത്മീയൻ ഈ നിലയിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ, ദൈവഹിതത്തോടുള്ള ബന്ധത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നവനായിരിക്കും. അവൻ യഥാർത്ഥമായ ആത്മീയൻ. അവൻ സ്വർഗീയ ജ്ഞാനത്തെ തന്റെ ജീവിതത്തിൽ പ്രായോഗികമായി വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തി ജീവിക്കാനായിട്ട് ഒരു യഥാർത്ഥ ആത്മീയനായി ജീവിച്ച് കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ളവനായി തീർന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. അതിനായി ഈ വചനങ്ങൾ നിങ്ങളെ കേൾവിക്കാരായി നിങ്ങളെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മാത്രം എല്ലാ മഹത്വം അർപ്പിക്കുന്നു.
ആമേൻ.